നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാഗഭസ്മം എന്ന ഔഷധത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. നാഗഭസ്മത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഉപയോഗ രീതികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ട് നാഗഭസ്മത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. പൊതുവെ മൂത്രസംബന്ധമായിട്ടുണ്ടാകുന്ന ഒട്ടുമിക്ക എല്ലാ രോഗങ്ങൾക്കും മികച്ച ഒരു ഔഷധമാണ് നാഗഭസ്മം. അതുപോലെ സ്ത്രീകളിൽ കണ്ടുവരുന്ന വെള്ളപ്പോക്ക്, അസ്ഥി ഉരുക്കം, രക്തസ്രാവം എന്നിവയിലും മികച്ച ഫലം നൽകുന്ന ഔഷധമാണ് നാഗഭസ്മം. അതുപോലെ വിട്ടുമാറാത്ത ചുമ, ചുമച്ച് കഫം പുറത്തു വരിക, ഇത്തരം പ്രയാസങ്ങളിലും മികച്ച ഫലം നൽകുന്നതാണ് ഈ നാഗഭസ്മം പോലുള്ള ഔഷധങ്ങൾ. അതുപോലെ ചില ആളുകളാണെങ്കിൽ രക്തം ഛർദ്ദിക്കാറുണ്ട്. ഇത്തരം രോഗികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ഔഷധമാണ് നാഗഭസ്മം. അതുപോലെ തന്നെ ക്ഷയം, പ്രമേഹം, അപസ്മാരം തുടങ്ങിയവയിലും ഈ ഔഷധം ഉപയോഗിക്കാറുണ്ട്. ഇതിനൊക്കെ പുറമെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന ചൊറി, വിസർപ്പം എന്നിവയിൽ നാഗഭസ്മം പോലുള്ള ഔഷധങ്ങൾ നെയ്യിലോ തേനിലോ വെളിച്ചെണ്ണയിലോ ചേർത്ത് പുരട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ചൊറി, വിസർപ്പം എന്നിവയിൽ ആശ്വാസം നേടാവുന്നതാണ്. അതുപോലെ തന്നെ ശരീരത്തിലെ ബലം ക്ഷയിച്ചു പോയ ആളുകൾക്ക് അവരുടെ ശരീരബലം വീണ്ടെടുക്കാൻ വേണ്ടിയും ഈ നാഗഭസ്മം പോലുള്ള ഔഷധങ്ങൾ വളരെ ഗുണകരമാണ്. ഇനി എങ്ങനെയൊക്കെയാണ് നാഗഭസ്മം ഉപയോഗിക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാം. സാധാരണ തേനിലോ അല്ലെങ്കിൽ പഞ്ചസാരയിലോ ചേർത്താണ് 20 മില്ലിഗ്രാം മുതൽ 200 മില്ലിഗ്രാം വരെ ആണ് രോഗികൾക്ക് കൊടുക്കാറുള്ളത്. എല്ലാ ഔഷധങ്ങളും കൃത്യമായ ഒരു വൈദ്യനിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.